ചൊക്രമുടി മൂന്നാറിൽ നിന്ന് ഏകദേശം 10 മുതൽ 13 കിലോമീറ്റർ ഗ്യാപ്പ് റോഡിലൂടെ സഞ്ചരിച്ചാൽ കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള ചൊക്രമുടി ട്രെക്കിംഗ് പോയിന്റിലെത്താം. പല സമയങ്ങളിലും ട്രെക്കിംഗ് ഉണ്ടെങ്കിലും ഏറ്റവും മികച്ചത് രാവിലെ 5:30 പാസ് എടുക്കുന്നതാണ്. ഓൺലൈനായി ബുക്ക് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ നിന്ന് നേരിട്ട് ടിക്കറ്റ് എടുക്കാം. 500 രൂപയാണ് ഒരു ടിക്കറ്റ് റേറ്റ്. ടിക്കറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ ഒരു കുപ്പി വെള്ളവും ഒരു പാക്കറ്റ് ബിസ്ക്കറ്റും കിട്ടും. എന്തിനാണെന്ന് അവസാനം പറയാം. ട്രെക്കിംഗ് പോയിന്റിൽ നിന്ന് ഏകദേശം 4 കിലോമീറ്റർ ഗൈഡിനൊപ്പം കയറിയാൽ 7200 അടി ഉയരമുള്ള ചൊക്രമുടി പീക്ക് എത്താം. പാറകളും പുൽമേടുകളും കലർന്ന പാത, ചെറുതായി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കയറ്റങ്ങൾ. പക്ഷേ ഓരോ ചുവടും ഒരു അനുഭവം തന്നെ. കഴിച്ച ജങ്ക് ഫുഡ്സ് എല്ലാം ഓർമ്മയിൽ തെളിയും. പാതി കയറിയാൽ കുരിശിൻ്റെ ചുവട്ടിൽ നിന്നുള്ള സൂര്യോദയം. ശ്വാസം മുട്ടിയെങ്കിലും ഹൃദയം നിറയുന്നൊരു കാഴ്ച. അവിടെ നിന്ന് ലോഹാർട്ടും മഞ്ഞു പുതപ്പിച്ച താഴ്വാരങ്ങളും മുകളിൽ നമ്മെ കാത്തിരിക്കുന്ന ചൊക്രമുടി പീക്കും എല്ലാം കാണാം. പിന്നെ പീക്കിലേക്കുള്ള നടത്തം. ചെറിയ കാടിനുള്ളിലൂടെ നടന്ന് കുത്തനെ കയറി ഒടുവിൽ പീക്കിലെത്തുമ്പോൾ 360 ഡിഗ്രി വ്യൂവും പശ്ചിമഘട്ടത്തിൻ്റെ അതുല്യ സൗന്ദര്യവും കണ്ട് ആത്മസംതൃപ്തിയോടെ മലയിറങ്ങാം. ഓർമ്മിക്കുക, പോയ വഴിയിലൂടെയാണ് തിരിച്ചിറങ്ങേണ്ടത്. മീശപ്പുലിമല പോലെ റൗണ്ട് ട്രെക്കിംഗ് അല്ല. അതായത് കുത്തനെ ഇറങ്ങണം, വേറെ വഴിയില്ല. ഇനി പറഞ്ഞില്ലല്ലോ വെള്ളവും ബിസ്ക്കറ്റും എന്തിനെന്ന്. വഴിയിൽ ഉയരം കൂടിയ പ്രദേശങ്ങളിൽ മാത്രം കാണുന്ന നേപ്പാളിൻ്റെ ദേശീയ പുഷ്പമായ റോഡോഡെൻഡ്രോൺ, അങ്ങനെ എന്തോ ആണ് കക്ഷിയുടെ പേര്. കൂടാതെ പ്യുവർ ഓക്സിജൻ ഉള്ള സ്ഥലങ്ങളിൽ വളരുന്ന വിവിധ പൂപ്പലുകളും പൂക്കളും. ഇവയെല്ലാം കണ്ട് ആസ്വദിക്കുമ്പോൾ വെള്ളവും ബിസ്ക്കറ്റും കാലിയാക്കാതെ വയ്യ. കാലിയാക്കാതിരുന്നാൽ മറ്റേ 360 ഡിഗ്രി വ്യൂ കാണുമ്പോൾ കഴിക്കാം. ഉയരെങ്കിലും ബാക്കിയാവും. പിന്നെ ഒറ്റയ്ക്കും ഗ്രൂപ്പായുമൊക്കെ ട്രെക്കിങ്ങിൽ പങ്കെടുക്കാം കേട്ടോ. ഒറ്റയ്ക്കാണ് എന്നോർത്ത് പോകാതിരിക്കേണ്ട.